ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ചോറാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ശർക്കരയാണ്. ഒരു 1/4 കപ്പ് ശർക്കര നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. മണ്ണും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ മിക്സ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയും ഈ ചോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ശർക്കരയും ചോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം ഇതിൻ്റെ അടിയൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നെയ്ക്കകത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് ഇവിടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ നെയ്യൊന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചോറ് വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.